അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സഫർ മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനരാത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. നാളെ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണ്. ഒരുപക്ഷെ നിങ്ങളിത് നാളെ ഓഗസ്റ്റ് 15 പകലിലായിരിക്കാം കേൾക്കുന്നത്, ചിലപ്പോൾ നാളെ വൈകുന്നേരമാവാം. എന്നുമാവട്ടെ, നമ്മുടെ രാജ്യം വളരെ പ്രാധാന്യത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി അതിൻ്റെ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ, ഉസ്താദെ, ഈ ദിക്റിൻ്റെ മജ്‌ലിസിൽ സ്വാതന്ത്ര്യ ദിനം എന്തിനാണ് പറയുന്നത് എന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നിയേക്കാം. നമുക്ക് നമ്മുടെ മുൻഗാമികൾ അല്ലെ, ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്, ഒരുപാട് മുസ്ലിമീങ്ങളുണ്ടായിരുന്നു, അതല്ലാത്ത മറ്റു മതവിശ്വാസികൾ എല്ലാവരുമുണ്ട്. മുസ്ലിമീങ്ങളായ സ്വാതന്ത്ര്യ സമര സേനാനിമാർ പലരും ആ സമരത്തിലേക്ക് എടുത്തു ചാടുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞിട്ടാണ്, ഹസ്ബുനല്ലാഹ് എന്ന ദിക്റുകൾ പറഞ്ഞിട്ടാണ്. കാരണം അവർക്ക് ആ ആവേശം കിട്ടാൻ വേണ്ടി അവരങ്ങനെ ദിക്റുകൾ പറഞ്ഞതായിട്ട് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇപ്പം എന്തിനേറെ, ഇപ്പോൾ ഈ കോവളം ഭാഗത്ത്, ഭീമാപ്പള്ളി കോവളം ഭാഗത്ത്, അതുപോലെ തന്നെ മലബാറിൻ്റെ ചില പ്രദേശങ്ങളിൽ, പിന്നെ ലക്ഷദ്വീപ് ഭാഗത്തൊക്കെ ഈ കടലിലെ മീൻ പിടിക്കുന്ന ആളുകൾ വലയെറിഞ്ഞിട്ട് ആ വല തിരിച്ച് ഇങ്ങനെ കയറ്റുന്ന സമയത്ത് ദിക്റുകൾ പലതും പറയാറുണ്ട്. ലാ ഇലാഹ, ഒരു താളത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ ഇങ്ങനെ എന്താണ് വല ഇങ്ങനെ എടുക്കുമ്പോൾ പല താളത്തിലും അവർ ദിക്റുകൾ ചൊല്ലാറുണ്ട്. പല സ്ഥലത്തും ഐലസ ഐലസ എന്നൊക്കെ പറഞ്ഞ് ആ വല വലിക്കുന്ന സ്വഭാവമുള്ളവരുമുണ്ട്. പക്ഷേ ഈ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പല സ്ഥലങ്ങളിലും ദിക്റുകൾ പറഞ്ഞിട്ട് ആ വല ഇങ്ങനെ വലിക്കുന്ന പല കാഴ്ചയും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മുസ്ലിമീങ്ങൾക്ക് അത് രക്തത്തിൽ അങ്ങോട്ട് അലിഞ്ഞു ചേരണം. അവരുടെ യുദ്ധത്തിൻ്റെ സമയത്തും അവരുടെ ഉപജീവനത്തിൻ്റെ സമയത്തും അവരുടെ എല്ലാ സമയത്തും ദിക്ർ ഇങ്ങനെ മനസ്സിലിങ്ങനെ ശരീരത്തോട് അലിഞ്ഞു ചേരണം. അതിന് പറ്റിയൊരു മജ്‌ലിസിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അതുമാത്രമല്ല, രാജ്യത്തോടുള്ള സ്നേഹം ഒരു മുസൽമാന് ഒഴിവാക്കാൻ പറ്റുകയില്ല അല്ലേ. നമ്മുടെ മാതൃരാജ്യമാണ് ഇന്ത്യ, നമ്മുടെ പിതൃരാജ്യവുമാണ് ഇന്ത്യ അല്ലേ. ആ ഇന്ത്യയെ സ്നേഹിക്കുക, നമ്മുടെ ഭാരതത്തെ സ്നേഹിക്കുക, അതിനുവേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ നമ്മൾ സേവനം ചെയ്യുക. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കുക. അതുപോലെ തന്നെ രാജ്യത്തെ എതിർക്കുന്ന, നമ്മുടെ രാജ്യത്ത് വിഭാഗീയത ഉണ്ടാക്കുന്ന, നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുമായി സഹകരിക്കാതിരിക്കുക. അതൊക്കെ ഈ കാലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടാവാൻ, എല്ലാവിധ ഖൈറുണ്ടാവാൻ, എല്ലാവിധ ബറക്കത്തോടുകൂടി നമുക്ക് ഈ രാജ്യത്ത് ജീവിച്ച് അതുപോലെ തന്നെ ഖൈറായ സമയത്ത് ഖൈറായ രൂപത്തിൽ മരണപ്പെടാനൊക്കെ പറ്റിയ ചില ദിക്റുകളും തസ്ബീഹുകളും ഇസ്മുകളും സ്വലാത്തുകളുമാണ് നമ്മുടെ ഇന്നത്തെ മജ്‌ലിസ് നമ്മൾ പറയുന്നത്. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും നമുക്കും നമ്മുടെ വീട്ടിലും നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തും നമ്മുടെ മഹല്ലിലും പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തും അള്ളാഹു തആല എല്ലാവിധ സമാധാനവും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ ഇപ്പോഴേ നേരുകയാണ്. നമുക്ക് ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ പറയുന്നത്, വിശുദ്ധമായ ഖുർആനിലെ റബ്ബന എന്നുകൊണ്ട് തുടങ്ങുന്ന ഒരുപാട് ദുആയുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു ദുആയാണ് റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബ്. വല്ലാത്തൊരു ദുആയാണത്. അതായത് നമ്മുടെ ഈ ദുന്യവിയായ കാര്യങ്ങൾ, നമ്മൾ നാളെ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോഴുള്ള കാര്യം, നാളെ മഹ്ശറയിലെ കാര്യം, സ്വർഗത്തിലെ കാര്യം, നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന, അതെല്ലാം ഒറ്റ വരിയിലുണ്ട്. എല്ലാ സ്വഹാബിമാരും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു ദുആയാണ് ആ ദുആ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഭാര്യമാരും അതിനുശേഷം കടന്നു വന്ന താബിഈങ്ങൾ, തബൂഉ താബിഈങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള ദുആയാണ്. എല്ലാം അടങ്ങിയിട്ടുള്ള ദുആയാണ്. നമുക്കൊന്ന് ദുആരെന്നാലോ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു തആല പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ ഈ ദുആഇന്റെ ബർക്കത്ത് കൊണ്ട്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു കേട്ടോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ദുആ ചെയ്യുന്ന ഒരു ദുആയാണ്. അതായത് നബിതങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറാൻ, ഇത് നബിതങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറാൻ മാത്രമല്ല നമ്മളോട് ദുആ ചെയ്യാനുള്ള ഒരു ഉപദേശം കൂടിയാണിത്. നബിതങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറാനും പ്രശ്നങ്ങൾ മാറാനും അവിടെ നിന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ മാറാനും ഒക്കെയായി അവിടെ നിന്ന് ദുആ ചെയ്തിരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഒരു ദുആയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലപ്പോഴും ഈ ദുആ ഇങ്ങനെ ആവർത്തിച്ച് പറയുമായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ആ ദുആ എന്ന് പറഞ്ഞാലോ, നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്ക് എന്തെങ്കിലും ഒരു അപകടം വരാനുണ്ടെങ്കിൽ ആ അപകടങ്ങളൊക്കെ തട്ടിമാറ്റപ്പെടാനുമുള്ള ഒരു ദുആയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء നമുക്ക് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടണം അല്ലേ? നമ്മുടെ ആയുസ് എത്രയാണോ അത് ഖൈറായ നിലയിൽ നമുക്ക് ആരോഗ്യത്തോടു കൂടി നമുക്ക് ഇബാദത്തൊക്കെ എടുത്ത് നല്ല എന്താ പറയുക സന്തോഷത്തോടു കൂടിയുള്ള ഒരു ആയുസ് ഒരു ജീവിതം അള്ളാഹു നമുക്ക് തരണം. അതോടൊപ്പം തന്നെ മരണപ്പെട്ട് നമ്മൾ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് സന്തോഷം വേണം. അതിന് പറ്റിയ മഹത്തുക്കൾ പഠിപ്പിച്ച അവരൊക്കെ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരുന്ന ഒരു ശ്രേഷ്ഠമായ ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് ഇൻഷാ അല്ലാഹ് പറഞ്ഞു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, അതിൻ്റെ കൂടെ ഒന്നിച്ച് പറയാം. അല്ലാഹുമ്മ അക്സിർ മാലി വവലദി വബാരിക് ലീ ഫീമാ അഅ്തൈതനി വഅതിൽ ഹയാതി
على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي اللهم أكثر مالي وولدي وبارك لي فيما أعطيتني وأطل حياتي على طاعتك وأحسن عملي واغفر لي. ഇപ്പോൾ പനി കൂടുതലാണ്, ഡെങ്കിപ്പനി അതുപോലെ വൈറൽ പനിയൊക്കെ വന്ന് ഇപ്പോൾ ഒരുപാട് നമ്മുടെ മഹല്ലിൻ്റെ പരിസരത്ത് ഒരുപാട് പേര് ഈ ഡെങ്കിപ്പനി വന്ന് മരണപ്പെടുന്നവരുണ്ട്. അള്ളാഹു താല അവർക്കൊക്കെ വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ. കാരണം ഒരാഴ്ചയോളമൊക്കെ ICUയിലും അതുപോലെ വെന്റിലേറ്ററിലൊക്കെ കിടന്നിട്ട് ചിലപ്പോൾ മരണപ്പെട്ടിട്ടുണ്ടാവാം, എന്നാലും വെന്റിലേറ്ററിൽ കിടന്ന് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ആ മയ്യത്ത് തിരിച്ച് കിട്ടുന്നത്. അത്രമാത്രം ആളുകൾ വിഷമിച്ചു പോകുന്ന, സങ്കടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ രോഗത്തെ തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ രോഗത്തിൽ നിന്നും കാവൽ കിട്ടാൻ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന തിബ്ബു സ്വലാത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ആദ്യം പറയാം. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിലേക്ക് നമ്മൾ ഭരമേൽപ്പിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ വരുന്ന നന്മയും തിന്മയും പ്രയാസവും പ്രശ്നങ്ങളും എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ടെങ്കിൽ ഒരു സങ്കടവും അവനിക്ക് ഉണ്ടാവില്ല. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന ഭരമേൽപ്പിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. അത് വല്ലാത്തൊരു ദിക്റാണ്. ഒരുപാട് നേട്ടങ്ങളാണ് ആ ദിക്ർ നമ്മൾ ഓരോ സമയത്തും പറയുമ്പോൾ. റഹ്മത്തിൻ്റെ മലക്കുകൾ ഇങ്ങനെ കാത്തിരിക്കും. ആരാണ് ഈ ദിക്ർ പറയുന്നത്? പറയുന്നവർക്ക് അപ്പോൾ തന്നെ അവരിങ്ങനെ നന്മകളെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ നന്മ നമുക്കും വേണം. നമുക്ക് ഒന്നിച്ചൊന്ന് ആ ദിക്ർ പറഞ്ഞാലോ? എല്ലാവരും പറഞ്ഞു. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകളാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് ഇസ്മുകൾ, രണ്ട് പേരുകൾ. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ കരുണയെ അറിയിക്കുന്നതാണ്. ഇത് രണ്ടും നമ്മൾ ദുആ ചെയ്യുന്നതിനൊക്കെ മുമ്പ് പറഞ്ഞാൽ അള്ളാഹു താല വേഗത്തിൽ നമ്മുടെ തേട്ടം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദുആ അത് വേഗത്തിൽ അള്ളാഹു താല കബൂൽ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു ഇസ്മ നമുക്ക് ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ എല്ലാം അള്ളാഹു താല ഈ ഒരു ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. യാ
റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരും നിസ്സാരമായി കാണുന്നതല്ല. മുത്തുനബിയെ സ്വപ്നം കാണുക, അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനും മരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശിച്ച് ഈമാനോടുകൂടി മരിക്കാനും അതുപോലെ നമുക്ക് താമസിയാതെ മദീനയിൽ ചെന്ന് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്വലാത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി. അസ്സലാത്തു വസ്സലാമു അലൈക യാ سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. الصلاة والسلام عليك يا سيدي
യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി. വളരെ പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും മുഴുവൻ സ്വഹാബിമാർക്കുമുള്ള സ്വലാത്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരുപാട് സ്വലാത്തുകളുണ്ട്, എല്ലാം ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ്. ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമുക്ക് രോഗങ്ങൾ മാറാനും അതുപോലെ തന്നെ നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ സഫലീകരിക്കാനും അതുപോലെ നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാനും മാറാ രോഗങ്ങളെ തൊട്ടുള്ള ശിഫ കിട്ടാനും എല്ലാത്തിനും പറ്റിയൊരു സ്വലാത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ സ്വലാത്ത് കുറച്ചു വട്ടം പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വൽ ആലി വൽ അസ്ഹാബി സല്ലിം. നമ്മൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല. ഏത് സമയത്തും എവിടെ വെച്ചോ ഒക്കെ മരണം നമുക്ക് വരാം, അല്ലേ? ഇന്ന് ആക്സിഡൻറ്റുകളൊക്കെ കൂടുന്ന കാലമാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, അല്ലെ, ആക്സിഡൻറ്റുകളും ഒരുപാട് അപകടങ്ങളൊക്കെ കൂടുന്ന കാലമാണ്. എപ്പോഴാണെങ്കിലും മരിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാ മരിക്കുന്ന സമയത്ത് റബ്ബേ നല്ല ഖൈറായ മരണം തരണേ അല്ലാ എന്ന് നമുക്ക് ഇൻഷാ അല്ലാ അള്ളാഹുവിനോട് ദ്വാരക്കാം. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله.
اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. നമ്മുടെ ജീവിതത്തിൽ തഖ്വ വേണം, ഇഖ്ലാസ് വേണം, അതുപോലെ നമുക്ക് നല്ല ആരോഗ്യം വേണം, എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷ വേണം, അല്ലേ? നമുക്ക് ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ നിഅമത്തുകളും കിട്ടണം. ആരോടും പിണക്കങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം വേണം. എല്ലാ നന്മകളും ചോദിക്കുന്ന ഒരു ദുആയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ اللهم إني أسألك الهدى والتقى والعفاف والغنى. 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 اللهم إني أسألك الهدى والتقى والعفاف والغنى.
അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു തആല ഇത്രയും സമയം നമ്മൾ പറഞ്ഞ ദിക്റും സ്വലാത്തും തസ്ബീഹും അല്ലാഹുവിൻ്റെ ഇസ്മും എല്ലാം പടച്ചവൻ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് വേഗത്തിൽ അല്ലാഹു തആല ദുആ കബൂൽ ചെയ്യാൻ വേണ്ടി നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചതാണ് ഒരു ഫാത്തിഹ, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 1 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക്, 1 പ്രാവശ്യം സൂറത്തുൻ നാസ്. അത് ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു സൂറത്തുകളൊക്കെ ഓതാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ആരൊക്കെ ദുആ ചെയ്യാൻ ഇന്നത്തെ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ടോ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നു. അല്ലാഹു നമ്മുടെ ദുആയിനെ നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, പാപികളായ ദോഷികളായ ഞങ്ങൾ ചെയ്യുന്ന ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാ, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇനിയുള്ള ജീവിതകാലം നിനക്കും നിന്റെ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ, അവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് മരണപ്പെട്ടു പോയവരുണ്ട്, അതുപോലെ മരുമക്കൾ, പേരക്കുട്ടികൾ, കുടുംബാദികൾ, സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സഹോദരിമാര്, സഹോദരങ്ങള്, അതുപോലെ വേണ്ടപ്പെട്ടവര്, നാട്ടുകാര്, കൂട്ടുകാര്, എല്ലാവരുടെയും ഖബറിടം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങള്, വയനാടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ മുഴുവൻ ആളുകൾക്കും റഹ്മാനെ നീ മഗ്ഫിറത്ത് നൽകണയല്ലാ, മർഹമത്ത് നൽകണയല്ലാ. ആ മുഅ്മിനീങ്ങൾക്ക് നീ ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേയല്ലാ. അല്ലാഹുവേ, പടച്ചവൻ, അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഈമാൻ തരണയല്ലാ, ഇഖ്ലാസ് തരണയല്ലാ, തഖ്വ തരണയല്ലാ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുകയും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരുകയും ചെയ്യണേ അല്ലാ. റഹ്മാനെ, ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ വസിയത്ത് പറയാറുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടം കൊടുത്തത് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, അത് നീ വേഗത്തിൽ ഖൈറായിട്ട് തിരിച്ചു തരണേ അല്ലാ.
അല്ലാ. അല്ലാഹുവേ വീടും സ്ഥലവും വിറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഖൈറായ നിനക്കത് നീ വിറ്റ് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അത് വേഗത്തിൽ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. സ്വന്തമായി കിടക്കാൻ വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നീ കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ അടുപ്പിച്ചു നൽകണേ അല്ലാ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ഭാര്യയോട് ഇഷ്ടം തരണേ അല്ലാ, ഭർത്താവിനോട് ഇഷ്ടം തരണേ അല്ലാ, മക്കളോടുള്ള സ്നേഹം തരണേ അല്ലാ, മാതാപിതാക്കളെ ബഹുമാനിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. മക്കള് കാരണം വിഷമിക്കുന്ന ഇടങ്ങേറാകുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ പഠനത്തിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഉന്നതമായ വിജയം നീ കൊടുക്കണേ അല്ലാ. അവരുടെ പരീക്ഷകളിൽ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ആരെയും നീ മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ. ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളോട് ഒരുപാട് പേര് രോഗമാണ് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും എല്ലാ രോഗവും ശിഫയാക്കി എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് നീ പ്രദാനിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗം ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ ഭർത്താക്കന്മാരുടെ രോഗങ്ങൾ നീ പരിപൂർണമായി നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. വയനാട് ഉരുൾപൊട്ടലുണ്ടായി, ഞങ്ങളുടെ ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ ഇന്നും വലിയ കഷ്ടത്തിലാണ് കഴിയുന്നത്, പ്രയാസത്തിലാണ്. അല്ലാഹുവേ അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അവർക്ക് നീ പകരം ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ശുഹദാക്കളുടെ കൂട്ടത്തിൽ അവരെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിലും ഒരുപാട് പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. പല സ്ഥലത്തും മഴ അധികരിക്കുകയാണ്, പല സ്ഥലത്തും മഴയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ മഴ നീ ഞങ്ങൾക്ക് തരണയല്ലാ. ഷർറാകുന്ന അദാബാകുന്ന മഴയെ തൊട്ട് കാക്കണയല്ലാ. അല്ലാഹുവേ ശക്തമായ അതികഠിനമായ വെയിൽ വരുന്നതിനെ തൊട്ട് ചൂടിനെ തൊട്ടും കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഖൈറും സലാമത്തും അധികരിപ്പിച്ചു തരണയല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഇന്ന് പെട്ടെന്ന് മരിക്കുന്ന കാലമാണ് ആളുകൾ. റഹ്മാനെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ ഒരുപാട് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ശ്രദ്ധിച്ചാലും എതിരെ വരുന്ന വാഹനം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അപകടമാണല്ലോ. അല്ലാഹുവിന്റെ മലക്കുകളുടെ കാവൽ ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ ഈ സഫർ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. വിട പറഞ്ഞു പോയ മുഹറം മാസത്തിന്റെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, എല്ലാ നന്മയും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറുകൾ നീ അടുപ്പിച്ചു തരണയല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണയല്ലാ, അഭിമാനം നൽകണയല്ലാ. ഫലസ്തീനിലെ സിറിയയിലെ ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രതിസന്ധിയിലാണ്, അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ഒരുപാട് വട്ടം ചെയ്യാനുള്ള തൗഫീഖ് തരണയല്ലാ. കഅബ കാണാനുള്ള തൗഫീഖ് വിധി നീ തരണയല്ലാ. ആ മുത്തായ റസൂലിന്റെ പച്ച കുബ്ബക്ക് ചാരചെന്ന് സ്വലാത്തും സലാമും അതാ മനസ്സ് നിറച്ച് പറയാനുള്ള തൗഫീഖ് നീ തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഒരുപാട് ഖുർആൻ ഓതാനും അല്ലാഹുവേ ആരോടും പിണക്കങ്ങളില്ലാതെ എല്ലാവരോടും നല്ല ബന്ധം പുലർത്താനുമുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി പേരാണ് ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരങ്ങള് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവരുടെയും ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളെ നീ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ, നരക ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. സ്വർഗത്തിൽ മുത്തായ റസൂലിനോടൊപ്പം സന്തോഷത്തോടു കൂടി ഒരുമിക്കാനുള്ള മഹാ സൗഭാഗ്യം തരണേ അല്ലാ.
റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഅൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, നമുക്ക് നാളെയും മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ പിരിയലും എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.